നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇതിൽ നമ്മുടെ സ്പൈൻ നന്നായി ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ബെല്ലി ഫാറ്റ്, വയറിന് ചുറ്റുമുള്ള അമിതമായ കൊഴുപ്പ് നന്നായി ബേൺ ചെയ്ത് വയർ നന്നായി കുറയുന്നതിന് ജാനു ശീർഷാസനം ഹെൽപ്പ് ചെയ്യുന്നു. കാൽമുട്ട് വേദന, കാൽമുട്ട് നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജാനു ശീർഷാസനം ചെയ്യുന്നത്. അതുകൊണ്ട് കാൽമുട്ട് വേദനയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആസനമാണ് ജാനു ശീർഷാസനം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജാനു ശീർഷാസനം പരിചയപ്പെടാം. ഹെഡ് ടു നീ പോസ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. ജാനു എന്ന് പറഞ്ഞാൽ, ജാനു ഒരു സംസ്കൃത വേർഡാണ്. കാൽമുട്ട്, നീ ജോയിൻ്റ് എന്നർത്ഥം. ശീർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് റീജിയൻ. അപ്പോൾ ഹെഡ്, നമ്മുടെ തല കാൽമുട്ടിലേക്ക് വരുന്ന ഒരു പോസായതുകൊണ്ടാണ് ജാനു ശീർഷാസനം എന്ന പേര് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ സ്പൈൻ നന്നായി ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ബെല്ലി ഫാറ്റ്, വയറിന് ചുറ്റുമുള്ള അമിതമായ കൊഴുപ്പ് നന്നായി ബേൺ ചെയ്ത് വയർ നന്നായി കുറയുന്നതിന് ജാനു ശീർഷാസനം ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ ലെഗ് മസിൽസ് ധാരാളം സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന കാരണം ലെഗ് പെയിൻ, സയാട്ടിക്ക കൊണ്ടുള്ള പെയിൻ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പെയിൻ ആയിക്കോട്ടെ, അതിനെല്ലാം ബെസ്റ്റ് റിസൾട്ട് ജാനു ശീർഷാസനം തരുന്നു. നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു, മസാജ് ചെയ്യപ്പെടുന്നു. അതിനാൽ നമ്മുടെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങൾ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, അസിഡിറ്റി, ദഹനമില്ലായ്മ തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു ഉത്തമ പ്രതിവിധിയായിട്ട് ജാനു ശീർഷാസനം തിരഞ്ഞെടുക്കാം. മാത്രമല്ല, കാൽമുട്ട് വേദന, കാൽമുട്ട് നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജാനു ശീർഷാസനം ചെയ്യുന്നത്. അതുകൊണ്ട് കാൽമുട്ട് വേദനയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആസനമാണ് ജാനു ശീർഷാസനം. ബിഗിനേഴ്സിന് ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ അനുഭവപ്പെടാമെങ്കിലും പിന്നീട് വളരെയധികം ഫ്ലെക്സിബിലിറ്റി നൽകുന്നതും ദിവസം മുഴുവൻ നമുക്ക് മാനസികമായി ഒരു ഉന്മേഷം നൽകുന്നതുമായ ആസനമാണ് ജാനു ശീർഷാസനം. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ ജാനു ശീർഷാസനം ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ജാനു ശീർഷാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ആദ്യം വലതുകാൽ നീട്ടി സ്ട്രെച്ച് ചെയ്തു വയ്ക്കാം. ഇടതുകാൽ കാൽപാദം രണ്ട് കൈകളും ഉപയോഗിച്ച് ചേർത്ത് വലത് തുടയോട് ചേർത്ത് വയ്ക്കാം. കാൽപാദം തുടയിൽ പതിഞ്ഞിരിക്കട്ടെ. നന്നായി നിവർന്നിരിക്കാം. രണ്ട് കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്തായി വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ബോഡിയെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയരാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ അത്രമാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് കൈകൾ ഉപയോഗിച്ച് കാൽപാദം നന്നായി മുറുക്ക പിടിക്കാം. ഹെഡ്, ഫോർഹെഡ് മെയിൻലി ഓൺ യുവർ നീ ജോയിൻറ്റ്. കാൽമുട്ടിൽ നെറ്റി പതിച്ചു വയ്ക്കാം. നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കാം. Up again and exhale. ഈ രീതിയിൽ ലെഫ്റ്റ് ലെഗും ചെയ്യാം. സ്ട്രെച്ച് ദ ലെഫ്റ്റ് ലെഗ് maximum.
bend the right leg. കാൽപാദം തുടയോട് ചേർന്ന് പതിഞ്ഞിരിക്കട്ടെ. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ഉയരാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ രണ്ടും ഉയരാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ അത്ര ബെൻഡ് ചെയ്യാം. Forehead on the left knee joint. Normal breathing. Nail up and slowly breathe out. ഈ രീതിയിൽ പൂർണ്ണമായും ജാനുശീർഷാസനം ചെയ്യാൻ കഴിയാത്തവർ രണ്ട് കാലും നീട്ടി രണ്ട് കൈകളും ഇരുവശത്തും വെച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. കൈകൾ നന്നായി ഉയർത്തുന്നതോടൊപ്പം ശരീരത്തെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു. ആൻഡ് എക്സേൽ. കാലുകൾ ഉയരാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ അത്രമാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഹെഡിന് ഡൗൺ ചെയ്ത് കൊടുക്കാം. And slowly breathe out. Same to the left side. Nail up. And exhale. Left side like. Nail up. And ഇത്തരത്തിൽ പൂർണ്ണമായും ജാനുശീർഷാസനം ചെയ്യാൻ കഴിയാത്തവർ ഞാൻ കാണിച്ച രീതിയിൽ വളരെ ചെറിയ തോതിൽ ബെൻഡ് ചെയ്തുകൊണ്ട് ജാനുശീർഷാസനം ദിവസേന 1 മുതൽ 3 തവണ വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു 2 months ആകുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ജാനുശീർഷാസനം ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഒരു യോഗാസനം പരിചയപ്പെടുന്നതുവരെ നന്ദി, നമസ്കാരം.